പാചകരസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കാറുള്ള ഒരു പലഹാരമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇന്ന് കൊഴക്കട്ടയാണ് ഉണ്ടാക്കുന്നത്. അത് സോഫ്റ്റ് ആയിട്ടുള്ള കൊഴക്കട്ട എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. ഇന്ന് അതിന് 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അര കപ്പും കൂടെ ഇട്ട് കൊടുക്കാം. 1.5 കപ്പ് എടുക്കാം. 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ പൊടി ഇടിയപ്പം, പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ് ഈ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഇടിയപ്പം, കൊഴക്കട്ടയൊക്കെ ഉണ്ടാക്കുന്നതിന് വെള്ളം തിളപ്പിച്ച് വേണം ഒഴിക്കാനായിട്ട്. അതിനകത്ത് വെള്ളം നന്നായിട്ട് തിളച്ച് കിടപ്പുണ്ട്. അപ്പോൾ അത് ഓഫ് ചെയ്ത് നമുക്ക് വെള്ളം ഒഴിക്കാം. ഓഫ് ചെയ്തു. ഇനി ഇത് നമുക്ക് ആ കപ്പിലേക്ക് ഒഴിച്ചിട്ട് എത്ര വെള്ളം ഒഴിച്ചെന്നുള്ളത് പറയാം. ഇതിനകത്ത് ഈ അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല തിളച്ച വെള്ളം വേണം. അതൊഴിച്ചൊന്ന് കുഴച്ചെടുക്കുക. നല്ല തിളച്ച വെള്ളം അങ്ങോട്ട് ഒഴിക്കുമ്പം പൊടി വെപ്പം തന്നെ വേകും. പകുതി വെന്ത് കിട്ടും. 1.5 കപ്പ് പൊടിക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു. ഇനി ഇതിവിടെ ഇരുന്നൊന്ന് ആറട്ടെ. ഇനി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴയ്ക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ഒന്നെടുത്ത് നന്നായിട്ട് അമക്കി കുഴച്ചൊന്ന് മയപ്പെടുത്തണം പൊടി. എങ്കിലേ കൊഴക്കട്ട പൊട്ടിപ്പോകാതെയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഇരുന്നൊന്ന് ആറട്ടെ. എന്നിട്ട് കൈ കൊണ്ടൊക്കെ പിന്നെ കുഴയ്ക്കാം. ഒരു ശകലം ശർക്കരയേ ഉള്ളൂ. ഒരുണ്ട ശർക്കരയൊന്നുമില്ല. കുറച്ച് ശർക്കരയേ ഉള്ളൂ. അത് അളവ് പറയാനും ഇല്ല. ഒരു 1/4 ഭാഗം ശർക്കര ചുരണ്ടി അടുപ്പേ വെച്ചിരിക്കുകയാണ്. ഒന്ന് ഉരുക്കാനാണ്. ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. വേറൊരു പാത്രം വെച്ചു. അതിലേക്ക് അരിച്ചൊഴിക്കാം. നമ്മൾ അരിച്ച് ഒഴിച്ച ശർക്കരയാണ്. ഇതിനകത്തെ ആ വെള്ളം ഒഴിച്ചത് ഒന്ന് പറ്റണം. പറ്റി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ശകലം തേങ്ങ ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കൈ തേങ്ങ ഇട്ട് കൊടുക്കാം. തീ കുറയ്ക്കുക. തീ ഓഫ് ചെയ്തു. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുക. ചുക്കും ജീരകം പൊടിച്ചതുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. അതും ടേസ്റ്റാണ്. ഒരു ശകലമേ ഉള്ളൂ എൻ്റെ കയ്യിൽ ചുക്കും ജീരകവും പൊടിച്ചത്. അത് ഇട്ട് കൊടുത്തു. ഏലക്ക പൊടിച്ചതും ഇട്ടു. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കും. ഇനി ഇതൊന്ന് ആറട്ടെ. ആറിയിട്ട് വേണം കൊഴക്കട്ട എടുത്ത് ഫില്ല് ചെയ്യാനായിട്ട്. ഈ പൊടി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒന്ന് മയപ്പെടുത്തണം. മറ്റേ നമ്മൾ സ്പൂണ് കൊണ്ടല്ലേ തിളച്ച വെള്ളം ഒഴിക്കുമ്പം കുഴയ്ക്കുന്നത്. അതുപോലെ ആറിക്കഴിഞ്ഞ് നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് അമക്കി ഉടച്ചെടുക്കാം. ഇനി കുഴച്ച് വെച്ചിരിക്കുന്ന പൊടി നമുക്കൊരു ചെറിയ ഉരുള വലിപ്പം അവരവരുടെ ഇഷ്ടം അനുസരിച്ചെടുക്കാം. കൈ നനച്ചേച്ച് ഇടയ്ക്കിടയ്ക്ക് കൈ നനയ്ക്കണം. എന്നിട്ട് വേണം ഇങ്ങനെ കൈ കൊണ്ട് കുഴിച്ചെടുക്കണം.
ഇനി ഇതിലേക്ക് ശർക്കര വെച്ച് കൊടുക്കും. എന്നിട്ടിങ്ങനെ മടക്കിയെടുക്കുക. ഇങ്ങനെ ഉരുള ഉരുട്ടി ഒരു സ്റ്റീമറിനകത്തേക്ക് വെച്ച് കൊടുക്കും. കൊഴുക്കട്ട എല്ലാം ഉരുട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് അടുപ്പയിലേക്ക് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് മതി വേകാനായിട്ട്. ഇതാ പകുതി വെന്തതാണല്ലോ മാവ്, അതുകൊണ്ട് പിന്നെ കുറച്ച് നേരം മതി. അപ്പോൾ ഇനി വെന്തിട്ട് കാണാം. ഒരെണ്ണം നമുക്ക് മുറിച്ച് നോക്കാം. നല്ലതായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല മയമാണ്, സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത്. ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.